excelguru.co.in ഷീറ്റ്സ് കോഴ്സിൽ നമ്മളിന്ന് സംസാരിക്കുന്നത് ഇതിൻ്റെ 7ാമത്തെ മൊഡ്യൂളാണ്. മൊഡ്യൂൾ 7 കോപ്പിയിങ് ആൻഡ് ഷെയറിങ് എന്നുള്ള മൊഡ്യൂളാണ്. ഈ ഒരു മൊഡ്യൂളിൽ 3 ചാപ്റ്റേഴ്സാണ് പറയുന്നത്. ഷെയറിങ് വർക്ക് ബുക്സ് വിത്ത് അതേഴ്സ്, മാനേജ് ആക്സസ്, ഷെയർ ആൻഡ് എക്സ്പോർട്ട് എന്നുള്ളതാണ്. ഒന്നാമത്തെ ചാപ്റ്ററിൽ പറയുന്നത് എങ്ങനെ മറ്റു വ്യക്തികളുമായിട്ട് നമുക്ക് ഈ ഒരു വർക്ക് ഷീറ്റ് ഷെയർ ചെയ്തുകൊണ്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് മാനേജ് ആക്സസ് എന്നുള്ളതാണ്. നമ്മൾ ഷെയർ ചെയ്ത വർക്ക് ബുക്കിൻ്റെ ആക്സസ് എങ്ങനെ കൺട്രോൾ ചെയ്യാം. അതായത് ചില ആളുകൾക്ക് എഡിറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടാവും, ചില ആളുകൾക്ക് വ്യൂ ചെയ്യാനേ കൊടുത്തിട്ടുണ്ടാവുള്ളൂ. അതെങ്ങനെ പരസ്പരം വെച്ച് മാറാം, അല്ലെങ്കിൽ മാറ്റാം, അല്ലെങ്കിൽ ഒഴിവാക്കാം എന്നുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യാം, അത്തരം കാര്യങ്ങളാണ്. 49ാമത് ഷെയർ ആൻഡ് എക്സ്പോർട്ട്, എങ്ങനെ നമുക്കൊരു ഫയൽ എക്സ്പോർട്ട് ചെയ്യാം എന്നുള്ളതാണ്. നമുക്ക് ആ ഒരു 3 കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ പരിശോധിച്ച് നോക്കാം. ഞാൻ ഷീറ്റ്സ് ഓപ്പൺ ചെയ്യുന്നു. എനിക്ക് മൊഡ്യൂൾ 6 ടീച്ചിങ് എന്നുള്ള ഈ ഒരു മൊഡ്യൂൾ ഷെയർ ചെയ്യണം. ഓക്കെ, എനിക്ക് 2 രൂപത്തിൽ ഷെയർ ചെയ്യാൻ പറ്റും. ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഫയൽ ഓപ്പൺ ചെയ്തതിന് ശേഷം മുകളിൽ വലതുഭാഗത്ത് നിന്ന് രണ്ടാമതായി കാണുന്ന ഒരു മനുഷ്യൻ്റെ ചിഹ്നവും പ്ലസ് ഐക്കൺ എന്നുള്ള ആഡ് പീപ്പിൾ എന്നുള്ള അല്ലെങ്കിൽ ആഡ് പേഴ്സൺ എന്നുള്ള ഒരു ചിഹ്നം ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ആഡ് പീപ്പിൾ ഓർ ഗ്രൂപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ ഒരു ജിമെയിൽ അക്കൗണ്ട് അടിച്ചു കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനൊരു ജിമെയിൽ അക്കൗണ്ട് അടിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, ഞാൻ എൻ്റെ ഒരു മെയിലായിട്ടുള്ള ഫ്രോം ഷാമിൽ 01111@gmail.com എന്നുള്ളൊരു മെയിൽ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എഡിറ്റർ എന്നാണ് കാണിക്കുന്നത് അല്ലേ, എഡിറ്റർ. അപ്പോൾ എനിക്കിത് എഡിറ്റർ മാറ്റാൻ പറ്റും, വ്യൂവർ ആക്കാൻ പറ്റും. ഞാൻ വ്യൂവറായിട്ട് സെൻഡ് ചെയ്യുകയും ഈ ഫ്രോം ഷാമിൽ 011 എന്നുള്ള ഗൂഗിൾ ഷീറ്റിൽ വന്നിട്ട് ആ ഒരു ഫയൽ കാണാൻ പറ്റും. എന്നിട്ട് എനിക്കത് വ്യൂ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ, കാണാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഫയൽ മേക്ക് എ കോപ്പി അടിച്ചിട്ട് ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്തിട്ട് എനിക്ക് എൻ്റെ ഫയലാക്കി മാറ്റാൻ പറ്റും. ഫ്രോം ഷാമിൽ 01 എന്നുള്ള വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ ഫയലാക്കി മാറ്റാൻ സാധിക്കും. ഈ നോട്ടിഫൈ പീപ്പിൾ എന്നുള്ള വിഷയം എന്താണ്, നമ്മൾ ഈ ഒരു ഫയൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് അവരെ അറിയിക്കണം എന്നുണ്ടെങ്കിൽ ഈ നോട്ടിഫൈ പീപ്പിൾ എന്നുള്ളത് നമുക്ക് ടിക്ക് ചെയ്യാം. വേണമെങ്കിൽ കസ്റ്റ് മെസ്സേജ് അയക്കാം. എന്ത് മെസ്സേജ് അയക്കാം, ഐ ആം ഷെയർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫയൽ വിത്ത് യു എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കസ്റ്റമായിട്ട് എന്ത് ചെയ്യാം, മെസ്സേജ് അയക്കാനുള്ള ഓപ്ഷനാണ് ഈ നോട്ടിഫൈ പീപ്പിൾ എന്നുള്ള ഓപ്ഷൻ. ഓട്ടെ. ഇനി അടുത്തൊരു ഓപ്ഷനാണ് കമൻറ്റർ. കമൻറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് കമൻറ്റ് ചെയ്യാൻ സാധിക്കും. അത് അത്ര പ്രധാനപ്പെട്ട ഒരു ഫീച്ചറല്ല, ഇനി ഒരു ഫീച്ചറാണ്. അതായത് അദ്ദേഹം ചെയ്യുന്ന വർക്കുകൾ, ഇപ്പോൾ ആരാണോ ഈ ഒരു ഫയലിൻ്റെ ഓണർ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഉദാഹരണം ഫ്രോം ഷാമിൽ 011 ഞാൻ കമൻറ്റർ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫ്രോം ഷാമിൽ എന്നുള്ള മെയിൽ ഉപയോഗിക്കുന്ന ആളുകൾക്ക് അദ്ദേഹത്തിന് കമൻറ്റ് ചെയ്യാൻ സാധിക്കും. ഓരോ സെല്ലിൽ പോയിട്ട് കമൻറ്റ് രേഖപ്പെടുത്താൻ പറ്റും. മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റില്ല, പക്ഷേ കമൻറ്റ് രേഖപ്പെടുത്താൻ പറ്റും. ആ കമൻറ്റ് മറ്റുള്ളവർക്ക് വായിക്കാൻ പറ്റും. അദ്ദേഹം എന്താ കമൻറ്റ് ചെയ്ത് നോക്കാൻ പറ്റും. ഓക്കെ, അതാണ് കമൻറ്റർ എന്നുള്ള ഓപ്ഷൻ. ഓക്കെ, പിന്നെ എഡിറ്റർ എന്നുള്ള ഓപ്ഷൻ എന്താണ്, ആ ഒരു ഫയൽ കൺട്രോൾ മുഴുവൻ ഓൾ കൺട്രോൾ അല്ലേ, ഫുള്ള് ആക്സസ് ഈ ഫ്രോം ഷാമിൽ 011 കൊടുക്കണമെങ്കിൽ എഡിറ്റർ ആക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരാൾക്ക് കാണാൻ വേണ്ടി മാത്രമാണെന്നുണ്ടെങ്കിൽ നമ്മൾ വ്യൂവർ ആയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അദ്ദേഹത്തിന് എഡിറ്റ് ചെയ്യാൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ മാറ്റങ്ങൾ വരുത്താനുള്ള പെർമിഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എഡിറ്റർ എന്നുള്ള ഒരു ഓപ്ഷനാണ് കൊടുക്കേണ്ടത്. എന്നിട്ട് മുകളിലുള്ള ആ സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ എന്താവും, എഡിറ്ററായി മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ഈ ഫ്രോം ഷാമിൽ 011 എന്നതിലേക്ക് വരുന്നു, മേലത്തെ ക്ലിക്ക് ചെയ്യുന്നു, ഞാൻ ബാക്ക് അടിക്കുന്നു. എന്നിട്ട് മുകളിലെ മെയിൽ ക്ലിക്ക് ചെയ്യുന്നു, ഫ്രോം ഷാമിൽ 011. ഓക്കെ, ഒന്ന് റിഫ്രഷ് ചെയ്യുന്നു. അവിടെ കാണാൻ പറ്റും മൊഡ്യൂൾ 6 ടീച്ചിങ് എന്നുള്ള ഫയൽ എന്ന് കാണാൻ പറ്റും. യെസ്, ഇതെനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. യെസ് അല്ലേ, എനിക്ക് ഏത് രൂപത്തിൽ എന്ത് ചെയ്യാൻ, എഡിറ്റ് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഈ മുകളിലുള്ള ഈ ഒരു ബട്ടൺ വീണ്ടും ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അവിടെ കാണാൻ പറ്റും ആർക്കൊക്കെ ആക്സസ് ഉണ്ട് അല്ലേ. ഒന്ന് എക്സൽ ഗുരുവിൻ്റെ
ജിമെയിൽ അക്കൗണ്ടിൻ്റെ ലോഗോ കാണാൻ പറ്റും. രണ്ടാമത് ഷാമിൽ എന്നുള്ള ഈ ലോഗോയും കാണാൻ പറ്റും അല്ലേ. പീപ്പിൾ വിത്ത് ആക്സസ് കാണാൻ പറ്റും, ഓണർന്ന് കാണാൻ പറ്റും, എഡിറ്റർന്ന് കാണാൻ പറ്റും. ഓക്കെ, ആ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി മറ്റൊരു ഫീച്ചർ, അതായത് സാധാരണ ഞാൻ ചെയ്യുന്നൊരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ, ഈ ഫയലുകൾ സാധാരണഗതിയിൽ ഫയലുകൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഉദാഹരണം സാലറി ട്രാക്കർ അല്ലെങ്കിൽ ഈ സ്മാർട്ട് വാലറ്റ് തുടങ്ങിയ എല്ലാവർക്കും ഉപയോഗിക്കേണ്ട ഫയലുകൾ ഷെയർ ചെയ്യുന്ന സമയത്ത് ഞാനത് ഈ രൂപത്തിലല്ല ഷെയർ ചെയ്യാറുള്ളത്. ഞാൻ എന്താ ചെയ്യുക, ഞാൻ ഈ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യും. ഓക്കെ, നമ്മൾ ആദ്യം പറഞ്ഞു നമുക്ക് ഇത് ഓപ്പൺ ആക്കിയിട്ട് ഇവിടെ വന്നിട്ടും എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റും. അതല്ലാതെ ഇത് ക്ലോസ് ചെയ്തിട്ട് അല്ലേ, ഈ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മുകളിൽ ഷെയർ എന്നുള്ള ഓപ്ഷനിൽ വന്നിട്ട് സെയിം ഓപ്ഷൻ ഇവിടെ വരും. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, മാനേജ് ആക്സസ് പോയാൽ അല്ലെ, മാനേജ് ആക്സസ് പോയാൽ ജനറൽ ആക്സസ് എന്നുള്ളത്, ജനറൽ ആക്സസ് അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും അല്ലേ. റെസ്ട്രിക്റ്റഡ് എന്ന് മാറ്റിയിട്ട് എനിവൺ വിത്ത് ലിങ്ക് എന്നാക്കാൻ പറ്റും. എനിവൺ വിത്ത് ലിങ്ക് അല്ലേ. ഈ ഒരു ഫയലിൻ്റെ ലിങ്ക് കിട്ടിയ ആർക്കും എന്ത് ചെയ്യാൻ പറ്റും, വ്യൂ ചെയ്യാനോ അത് നമുക്ക് സെലക്ട് ചെയ്യാം, എഡിറ്റ് ചെയ്യാനോ കമൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പബ്ലിക്കായി ഫയൽ ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യരുത്, എഡിറ്റർ ഓപ്ഷൻ കൊടുക്കരുത്. കാരണം ഈ ഫയലിലെ ലിങ്ക് കിട്ടിയ ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ മാറ്റം വരുത്താൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ലിങ്ക് ഷെയർ ചെയ്യപ്പെടുകയും ആളുകൾ അറിയാതെ മാറ്റം വരുത്തിയാൽ നമ്മൾ എന്താണോ ആ ഫയലോട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ആൾക്കാരിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ജനറലി ഒരു ലിങ്ക് ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഫയൽ ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും എന്താ ചെയ്യേണ്ടത്, വ്യൂവറായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ വ്യൂവറായി. ഇനി ഞാൻ ഈ ഒരു ഫയലിൻ്റെ ലിങ്ക് കോപ്പി ചെയ്യാൻ പറ്റും. മുകളിൽ ഒരു ലിങ്കിൻ്റെ ചിഹ്നം കാണാൻ പറ്റും, ആ ബാറ്ററി പെർസെൻറ്റേജ് താഴെ അല്ലേ, ഏറ്റവും മുകളിൽ അത് ക്ലിക്ക് ചെയ്താൽ എനിക്ക് ഈ ഫയലിൻ്റെ ലിങ്കിൻ്റെ ക്ലിപ്പ് ബോർഡിൽ കോപ്പി ആയിട്ടുണ്ട്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗ്രൂപ്പിലൊക്കെ പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പേസ്റ്റ് ചെയ്യാൻ പറ്റും അല്ലേ. ഗ്രൂപ്പുകളിൽ പോയിട്ട് പേസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ അവിടെ പേസ്റ്റ് ചെയ്യാണ് അല്ലേ, പേസ്റ്റ്. ഓക്കെ, അപ്പം ഈ ഫയലിൽ ലിങ്കുകൾ കാണാൻ പറ്റും. ഈ രൂപത്തിൽ നമുക്ക് ആക്സസ് അല്ലേ, ഓരോരുത്തർക്ക് ആക്സസ് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മളൊരു ഫയൽ ഉണ്ടാക്കുകയാണ്, നമ്മൾ ഒരു സ്കൂളാണെന്നുണ്ടെങ്കിൽ ഒരു ഹെഡ് മാസ്റ്റർ ഉണ്ടാവും, അല്ലെങ്കിൽ മദ്രസ ആണെന്നുണ്ടെങ്കിൽ സദർ ഉസ്താദ് ഉണ്ടാവും. അപ്പോൾ സദർ ഉസ്താദ് ഇത്തരം ഫയൽ ഉണ്ടാക്കിയിട്ട് ബാക്കി ഉസ്താദുമാരെ ജിമെയിൽ അക്കൗണ്ട് വാങ്ങിയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ രൂപത്തിൽ ഷെയർ ചെയ്തിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റും. രണ്ടാൾക്കും ഒരേ സമയം എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മനോഹാരിത. ഏറ്റവും എളുപ്പമാണ്. ഇതുകൊണ്ട് തന്നെയാണ് പലരും ഗൂഗിൾ ഷീറ്റ് ഉപയോഗിക്കുന്നത്. ഇത് എക്സൽ അത്ര എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നതല്ല, എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നതല്ല. ഓക്കെ, ഇനി നമ്മൾ അടുത്തൊരു വിഷയം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ ഇത് പല ആളുകൾ ഷെയർ ചെയ്ത് കൊടുത്തു, അതുപോലെ തന്നെ ജനറൽ ലിങ്ക് കൊടുത്തു, എല്ലാം സെറ്റ് ചെയ്തു. പിന്നെ ഞാൻ ആലോചിക്കുകയാണ്, ആർക്കും ലിങ്ക് വേണ്ട, ഒരാൾക്ക് മാത്രം കൊടുത്താൽ മതി, ജനറൽ ലിങ്കൊക്കെ എനിക്ക് ഒഴിവാക്കണം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, ആക്സസ് മാനേജ് ചെയ്യണം. കൊടുക്കപ്പെട്ട ആക്സസുകൾ എന്ത് ചെയ്യണം, മാനേജ് ചെയ്യണം. അപ്പോൾ ഞാൻ വീണ്ടും ഈ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുന്നു, മാനേജ് ആക്സസ് എന്നുള്ള ഓപ്ഷനിൽ വരുന്നു. ഓക്കെ, ഇവിടെ ഉണ്ടാവും എന്ത്, ഫ്രോം ഷാമിൽ എഡിറ്റർ എന്നല്ലേ, അദ്ദേഹം നമുക്ക് വേണമെങ്കിൽ വ്യൂവർ ആക്കി മാറ്റാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യും, ഫ്രോം ഷാമിൽ 011 നമ്മൾ എന്ത് ചെയ്തു, വ്യൂവർ ആക്കി മാറ്റുകയാണ്. എനിവൺ വിത്ത് ലിങ്ക് എന്നുള്ളതില്ലേ, ജനറൽ ആക്സസ് എല്ലാവർക്കും വിസിബിൾ ആണല്ലേ. എനിവൺ ഓൺ ദ ഇൻ്റർനെറ്റ് വിത്ത് ദ ലിങ്ക് ക്യാൻ വ്യൂ എന്നുള്ളത് ഞാൻ മാറ്റുന്നു. എന്ത് ചെയ്യുന്നു, റെസ്ട്രിക്റ്റഡ് ആക്കുന്നു അല്ലേ. റെസ്ട്രിക്റ്റഡ് ആക്കിയാൽ എന്ത് ചെയ്യും, ഞാൻ ഇതുപോലെ ലിങ്ക് ജിമെയിൽ ആഡ് ചെയ്ത ആളുകൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോഴും എനിക്ക് മുകളിലെ ലിങ്ക് കാണാൻ പറ്റും. ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ, ആ ലിങ്കിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഈ ഫയലിൻ്റെ ലിങ്ക് കോപ്പി ആകും. പക്ഷേ ഈ പ്രൊംഷാമിൽ 011 എക്സൽ ഗുരു 01 എന്നുള്ള ഈ ജിമെയിൽ അക്കൗണ്ട് അല്ലാതെ മറ്റൊരു ജിമെയിൽ അക്കൗണ്ടിൽ നിന്ന് ഇത് ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആ രൂപത്തിൽ നമുക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, ഞാൻ വീണ്ടും എഡിറ്ററാക്കുന്നു. ഓക്കെ, അടുത്തതായിട്ട് ഷെയർ ആൻഡ് എക്സ്പോർട്ട് എന്നുള്ളതാണ്. എനിക്ക് ഈ ഒരു ഫയൽ ഷെയർ ചെയ്യണം. ഉദാഹരണം പറഞ്ഞാൽ ഈ ഒരു ഫയൽ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഏതൊക്കെ രൂപത്തിൽ ഷെയർ ചെയ്യാൻ പറ്റും. എനിക്ക് ഈ ഒരു ഫയൽ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഏതൊക്കെ രൂപത്തിൽ ഷെയർ ചെയ്യാൻ പറ്റും. വളരെ എളുപ്പമാണ്. ഞാൻ ബാക്കിലേക്ക് വരുന്നു, ഈ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് എന്തുണ്ട് അല്ലേ, സെൻഡ് എ കോപ്പി ഓപ്ഷൻ കാണാം. സെൻഡ് എ കോപ്പി. ഷെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ജിമെയിൽ വഴി ഷെയർ ചെയ്യുന്ന ഷെയർ എന്ന് പറയാം. ഇത് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സെൻഡ് എ കോപ്പി എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ 2-3 ഓപ്ഷൻ വരുന്നത് കാണാൻ പറ്റും. എക്സൽ, PDF, ODS, HTML സിപ്പിഡ്. ഇതിൻ്റെ അവസാനത്തെ 2 ഓപ്ഷൻ ODS-ഉം വെബ് പേജ് സിപ്പിഡ് എന്നൊക്കെ പറഞ്ഞാൽ അധികം ഉപയോഗിക്കാത്ത ഏരിയകളാണ്. പ്രധാനപ്പെട്ട ഫസ്റ്റ് 2 ഓപ്ഷനാണ് എക്സലും PDF-ഉം. അപ്പോൾ എക്സൽ ആർക്കാണ് ആവശ്യം ഉണ്ടാവുക,
നമ്മളിപ്പോൾ അസൈൻമെൻ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എക്സൽ ആയിട്ടാണ് അയച്ചു കൊടുക്കേണ്ടി വരും. നമ്മൾ ഡാറ്റ ഉണ്ടാക്കുന്ന സമയത്ത് ആ ഡാറ്റ മറ്റുള്ളവർക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എക്സലായി ഷെയർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, എക്സൽ ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുന്നു. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, വന്നു. അപ്പോൾ ഞാൻ വാട്സപ്പ് കൊടുത്തിട്ട് വൺസ് കൊടുക്കുന്നു. വാട്സപ്പിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ എനിക്ക് പേഴ്സണലായിട്ട് അയക്കാമെന്ന്. ഓക്കെ, ഞാൻ സെൻഡ് ചെയ്തു. അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫയലുകൾ ഷെയർ ചെയ്യാൻ പറ്റും. എക്സലായി ഷെയർ ചെയ്തു. അപ്പം മറ്റേ സെയിം ഫയലല്ല, നമ്മൾ നേരത്തെ അയച്ച അതേ ഫയലല്ല ഇവിടെ ഉള്ളതെന്ന് ഓർക്കണം. ഓക്കെ, അതായത് ഇപ്പോൾ ഞാൻ ആ അയക്കപ്പെട്ട ഫയൽ എഡിറ്റ് ചെയ്താൽ അത് മറ്റൊരു ഫയലാണ് അല്ലെ, മറ്റൊരു ഫയൽ. ഈ ഫയലിന്റെ ഒരു കോപ്പിയാണ് ഉണ്ടായത്, ഈ ഫയലിന്റെ ഒരു കോപ്പിയാണ് അയച്ചു കൊടുത്തത്. ഇതേ ഫയൽ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇതേ ഫയൽ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇത് നമ്മൾ ഇവിടെ പോയിട്ട് എന്ത് ചെയ്യണം, ആൾക്ക് ജിമെയിൽ വഴി ഷെയർ ചെയ്യണം, അല്ലെ ലിങ്ക് ചെയ്ത് കൊടുക്കണം. അപ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതേ ഫയൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ അയച്ചു കൊടുത്തതാണ് ഇതിന്റെ ഒരു കോപ്പി, ലെസന്റെ കോപ്പിയാണ് അല്ലെ അയച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി എനിക്കിത് PDF ആയിട്ട് എന്ത് ചെയ്യണം, ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ത്രീ ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അവിടെ കാണാൻ പറ്റും ഷെയർ ആൻഡ് എക്സ്പോർട്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നു അല്ലെ, സെൻഡ് കോപ്പി പോയിട്ട് PDF ആയിട്ട് എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഓക്കെ, ഞാൻ വാട്സാപ്പിലേക്ക് അയക്കുന്നു. ഓക്കെ, ഓക്കെ, ഓരോ പേജും ഓരോ PDF ആയത് കാണാൻ പറ്റും. ഒരു പേജ് 2 PDF ആയത് രൂപത്തിലൊക്കെ ആയത് കാണാൻ പറ്റും. ഓക്കെ, ഈ രൂപത്തിൽ നമുക്ക് PDF ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഫയല് ഷെയർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇവിടെ മറ്റൊരു ഓപ്ഷൻ ഉണ്ട്, പ്രിന്റ് എന്ന ഓപ്ഷൻ കാണാൻ പറ്റും. നമുക്ക് ഷെയർ ആൻഡ് എക്സ്പോർട്ടിൽ നിന്നുണ്ടാവും ഒരു പ്രിന്റ് ഓപ്ഷൻ കാണാൻ പറ്റും അല്ലെ. കോപ്പി ലിങ്ക് കഴിഞ്ഞിട്ട് താഴെ പ്രിന്റ് ഓപ്ഷൻ കാണാൻ പറ്റും. ഈ പ്രിന്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഈ ഒരു മൊബൈലുമായി ഏതെങ്കിലും പ്രിന്റ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് PDF ആയിട്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഈ ഷെയർ ആൻഡ് എക്സ്പോർട്ടിൽ മറ്റൊരു ഫീച്ചറാണ് എന്ത്, കോപ്പി ലിങ്ക് എന്നുള്ളത്. ഈ ഫയലിലെ ലിങ്ക് കോപ്പി ചെയ്യാം. നമ്മൾ നേരത്തെ ഒക്കെ മാനേജ് ആൻഡ് ആക്സസിന്റെ അവിടെ ഒരുപാട് കോപ്പി ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്, അതേ ഓപ്ഷനാണ് ഇവിടെ കോപ്പി ലിങ്ക് എന്നുള്ളത്. ഓക്കെ, പിന്നെന്താന്നുള്ളത് ആഡ് ടു ഹോം സ്ക്രീൻ എന്നുള്ള ഫീച്ചറാണ്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ആ ഒരു ഫീച്ചർ ഗൂഗിൾ ഷീറ്റ് അത്രമേൽ വർക്ക് ആവാറില്ല എന്നുള്ളത് അല്ലെ. കാരണം അത് ഗൂഗിൾ ഷീറ്റിൽ ഹോം സ്ക്രീനിൽ ഉണ്ടാകുന്നില്ല. ഹോം സ്ക്രീനിൽ ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രൈവിൽ പോയിട്ട് അല്ലെ, ഡ്രൈവിൽ പോയിട്ട് എന്ത് ചെയ്യണം, ആ കാര്യം ആഡ് ടു ഹോം സ്ക്രീൻ എന്നുള്ള ഫീച്ചർ കൊടുത്താൽ ആ ഒരു ഹോം സ്ക്രീനിൽ അതിന്റെ ഒരു ഷോർട്ട് കട്ട് ഉണ്ടാവും നമ്മൾ പറഞ്ഞതാണ്. ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ നമ്മൾ ഈ ഒരു കാര്യങ്ങളെല്ലാം സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഗൂഗിൾ ഷീറ്റ് കോഴ്സ് നിങ്ങൾ നിരന്തരം കാണുകയും അതിൽ നിരന്തരം വർക്ക് ചെയ്തുകൊണ്ട് ഡെപ്ത് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ഇംഗ്ലീഷ് എത്രത്തോളം പ്രധാനമാണോ അതിനേക്കാൾ പ്രധാനമാണ് കമ്പനികളിലും മറ്റും സ്കൂളുകളിലൊക്കെ നമ്മുടെ ഇത്തരം സ്പ്രെഡ്ഷീറ്റുകൾ എന്നുള്ളത്. അപ്പോൾ എക്സൽ ആണ് എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും ഗൂഗിൾ ഷീറ്റ് ആ ഒരു രംഗം കൈയടക്കി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ MS എക്സലിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് ഗൂഗിൾ ഷീറ്റിൽ ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് ഗൂഗിൾ ഷീറ്റ് പഠിച്ചാൽ നിങ്ങൾക്ക് MS എക്സലും ഉപയോഗിക്കാൻ പറ്റുമെന്ന് ഉറപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. ബൈ.